നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിൻഡോ ഗീറ്റിക്കൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പ്രഗ്നൻസി ഉറപ്പുവരുത്താൻ പറ്റും ആടുകൾക്കായാലും പശുക്കൾക്കായാലും എരുമകൾക്കായാലും. ഇത് ചെയ്തു തരുന്നത് രാജീവാണ് കേട്ടോ. രാജീവാണ് വിളിക്കേണ്ട നമ്പർ 917593094497. ആടുകളിൽ ജമുന പിയാരി, മലബാറി, ബീറ്റൽ, സിരോഹി എന്നിവയുടെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൾ ചെയ്തു തരുന്നതായിരിക്കും. അത് വളരെ കുറവ് ആളുകൾ മാത്രമാണ് ആടുകളിൽ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ എരുമകളിൽ ജഫ്രാബാദി മുറ, അതേപോലെ പശുക്കളിലെ എല്ലാ വെറൈറ്റിയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബ്ലഡ് എടുത്തിട്ട് എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ആ കിറ്റ് ആൾ കൊറിയറൊക്കെ അയച്ചു തരും. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കൊറിയറിൽ വരുമ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഉപയോഗിക്കാനുള്ള കിറ്റ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചെറിയ പാക്ക് വരും. ഇത് നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന ഐസ് ജെൽ പാക്കാണ്. ഇത് നമ്മൾ മാറ്റി വയ്ക്കുക. ഒന്നിൽ കൂടുതൽ പാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അതിൽ തന്നെ ഇട്ട് വെക്കാം. ഇത് 2-3 ദിവസം കഴിയുമ്പോൾ ജസ്റ്റ് ഫ്രീസറിലൊന്ന് വെച്ചൊന്ന് കൂളിംഗ് ആക്കിയതിന് ശേഷം ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അങ്ങനെ ഇടയ്ക്കൊന്ന് ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒന്ന് തണുപ്പിച്ചിട്ടാൽ മതി. ആവശ്യമുള്ള കിറ്റ് മാത്രം എടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഇത് ഉപയോഗിക്കാനുള്ള കിറ്റാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഡെമോ കുറച്ച് ഇരുന്ന് ചെയ്യാവുന്ന രീതിയിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു സിബ് ക്ലോസിംഗ് ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. അതിൽ നമുക്ക് വരുന്നത് ഇത് ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള ട്യൂബാണ്. ഇതിൻ്റെ എൻഡ് വന്നിട്ട് റബ്ബർ കോട്ടിംഗ് ആണ്. ഇതിൽ നീഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. ഇതാണ് നമ്മൾ ആ സ്ട്രിപ്പും പില്ലറും ഉൾപ്പെട്ട ഭാഗമാണ് ഇത് വരുന്നത്. പിന്നെ ഇതാണ് ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിക്വിഡ്. ഇവിടെ ഒരു കുറച്ച് ലിക്വിഡ് ഉണ്ട്. ഇതിലൊരു കുറച്ച് ഭാഗമാണ്. ഇതിൻ്റെ എൻഡ് ഇവിടെ ഇങ്ങനെ ചെറിയ നോബുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കളഞ്ഞാൽ പൊക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ വളച്ച് പൊട്ടിച്ചതിന് ശേഷം ഇത് പില്ലർ പോലെ നമുക്കിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോ തുള്ളിയായിട്ട് വരും. ഇതാണ് നീഡിൽ സെറ്റ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ചെറിയൊരു കട്ട് ഉണ്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഉണ്ടായി. അതിൽ ജസ്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് ഓപ്പണായി വരും. എന്നിട്ട് ഇതാണ് 2 സൈഡഡ് നീഡിൽ സെറ്റും ആണിത്. ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു ടോപ്പുണ്ട്, ഒരു വൈറ്റ് കളർ ടോപ്പുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. ഈ പോർഷനാണ് നമ്മൾ പശുവിൻ്റെ ഈ ഒരു ബട്ടർഫ്ലൈ നീഡിലിൻ്റെ ഒരു ടൈപ്പിലുള്ളതാണിത്. ഈ പോർഷനാണ് നമ്മൾ പശുവിൻ്റെ വാലിലോ അതല്ലാന്നുണ്ടെങ്കിൽ ചെവിയിലോ എവിടെയാണോ ബ്ലഡ് എടുക്കുന്ന ആ വെയിനിലേക്ക് കയറ്റുന്നത്. ഈ പോർഷനാണ്. ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് കയറ്റേണ്ടത്. ഒരിക്കലും ഈ ഭാഗം ഓപ്പൺ ചെയ്ത് കുത്തി കയറ്റാൻ നിൽക്കരുത്. ഈ ഭാഗമാണ് പശുവിൻ്റെ ശരീരത്തിൽ കയറ്റേണ്ടത്. ഓക്കെ, അത് ആവശ്യം കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഈ കവറിൽ തന്നെ ഇട്ടിട്ട് ഒഴിവാക്കാം. ഈ റബ്ബർ കോട്ടിംഗ് ഉള്ളത് ഇതിൻ്റെ അടിയിലും ഒരു നീഡിൽ സെറ്റ് തന്നെയാണ് വരുന്നത്. ഈ പോർഷനാണ് നമ്മൾ ഈ ട്യൂബിലേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ബലത്തിൽ പ്രസ് ചെയ്യണം. നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നീഡിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഫസ്റ്റ് നമ്മൾ ഈ പോർഷനിൽ ടോപ്പ് മാറ്റിയതിന് ശേഷം പശുവിൻ്റെ ശരീരത്തിലേക്ക് കയറ്റി നിർത്തുന്നു. അത് നിർത്തിയതിന് ശേഷം ഇതിങ്ങനെ കയറ്റി വയ്ക്കുമ്പോൾ തന്നെ ഇതിലൂടെ ബ്ലഡ് ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് നീഡിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് കയറി വരും. അതിൽ ബ്ലഡ് കാണാൻ തുടങ്ങിയതിന് ശേഷം ഈ പോർഷൻ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഇതിലേക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്ര ഭാഗം ഒരു 2 ml 3 ml ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മൾ മേലത്തെ ഭാഗം പതുക്കെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടുന്ന് വേറെടുത്താണ് വേണ്ടത്. ഇവിടുന്ന് വേറെടുത്ത് കഴിഞ്ഞാൽ ആ വാക്കും പോവും, പിന്നെ ബ്ലഡിൻ്റെ ഫ്ലോ അങ്ങനെ നിൽക്കും. അതിനുശേഷം ഈ ഒരു പോർഷൻ നമ്മൾ പശുവിൽ കുത്തി വെച്ചത് പതുക്കെ വേറെടുക്കുക. പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് ബ്ലഡ് ധാരാളം വരും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഒന്ന് ആക്കിയതിന് ശേഷം വലിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വയ്ക്കുക ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയിക്കോളും. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യണം. ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ചിലപ്പോൾ ഇതിലുള്ള ബ്ലഡ് നമുക്ക് തെറിച്ച് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം പതുക്കെ ഓപ്പൺ ചെയ്യണം. പതുക്കെ ഒന്ന് തിരിച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതൊരു ടൈറ്റ് ഉണ്ടാവും. റബ്ബർ മൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടൈറ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് പതുക്കെ ഓപ്പൺ ചെയ്താൽ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം ഇതിലൊരു വാക്വം ഉണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാക്വം പോകും, പിന്നെ ബ്ലഡ് എടുക്കുമ്പോൾ കിട്ടില്ല. അതുകൊണ്ടാണ് ബ്ലഡ് എടുത്തതിന് ശേഷം പതുക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ വരുന്ന കാര്യങ്ങൾ. ഇതിലും ഇവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കട്ടുണ്ട്. ഈ കട്ടിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഒരു കുറച്ച് പോർഷൻ ഇങ്ങനെ നിർത്തിയാൽ മതി, കളയേണ്ട ആവശ്യമില്ല. അതിൽ വരുന്നതാണ് നമ്മളൊരു സ്ട്രിപ്പ്. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂള്. ഇതിലേക്ക് നമ്മൾ ഈ ഫില്ലർ ഉപയോഗിച്ചിട്ട് ഇതിൽ കളക്ട് ചെയ്ത ബ്ലഡ് നമ്മൾ ഒരു ഫില്ലർ ഒരു പകുതി ഭാഗം പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. ബ്ലഡിൻ്റെ ഉള്ളിൽ ഒരു ഇത്ര ഭാഗം കയറിയതിന് ശേഷം
നമ്മൾ ഈ പകുതി പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ കയറി വരുന്നത് കാണാം. അതിലൊരു മാർക്കിംഗ് ഉണ്ട്. ഇതുവരെ മാക്സിമം എടുത്താൽ മതി. ഒരു ഇത്രയൊക്കെ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഒരു ഇത്രയും ഭാഗം ബ്ലഡ് ആയി കഴിഞ്ഞാൽ അതങ്ങനെ പിടിച്ചുകൊണ്ട് അതൊന്ന് എടുക്കുക. ബോട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഇത് നിരപ്പായ അധികം വെയിലില്ലാത്ത ഒരു റൂം ടെമ്പറേച്ചർ 30 ഡിഗ്രി ടെമ്പറേച്ചറിന് താഴെ ഉള്ള ഒരു സ്ഥലത്ത്, നിരപ്പായ ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം എസ് എന്നുള്ള ഈ പോർഷൻ ഉണ്ട്. എസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ടി എന്നുള്ള ലെറ്റർ അത് കാണാൻ പറ്റും, ഒരു നോബ് കാണാൻ പറ്റും. അപ്പോൾ ആ നോബിൽ ഈ ഭാഗത്തേക്കാണ് ബ്ലഡ് കയറി വരുന്നത്. അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ എത്തിക്കുക. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് കുഴപ്പമില്ല, അത് താഴത്തേക്ക് ഇറങ്ങി പൊക്കോളും. ഈ ഭാഗത്തേക്ക് അധികം പോകണ്ട, ഈ ഭാഗത്ത് ഒഴിക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ കറക്റ്റ് 3 തുള്ളി ബ്ലഡാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ചെറുതായി പ്രസ് ചെയ്യുമ്പോൾ ഒരു തുള്ളി ഇങ്ങനെ വരുന്നതായിട്ട് കാണും. ആ തുള്ളി ആവുന്ന സമയത്ത്, വിഴാറാവുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം തുള്ളി ആവുമ്പോൾ ഇതിലേക്ക് മുട്ടിക്കുക. നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് എത്രയാണോ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് കിട്ടില്ല. ബ്ലഡ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് ബ്ലഡ് കയറി വരും. നമുക്ക് പിന്നെ ഇവിടുത്തെ റീഡിങ്സ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഉയരത്തിൽ പിടിച്ച് തുള്ളി വരുമ്പോൾ മാത്രം ജസ്റ്റ് അതിൽ മുട്ടിക്കുക, പൊക്കുക, വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുക, അടുത്ത തുള്ളി വരുമ്പോൾ ഇതിൽ മുട്ടിക്കുക. അങ്ങനെ 3 തുള്ളി മാത്രം. കൂടുതൽ ബ്ലഡ് ഒരിക്കലും ഒഴിക്കരുത്. ബ്ലഡ് കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് കയറി വരും. നമുക്ക് പിന്നെ അത് റീഡിങ് വായിക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഒറ്റിച്ചതിന് ശേഷം ഇത് പൊട്ടിച്ചിട്ട് ഇതിൽ നിന്ന് 2 ഡ്രോപ്പ്, 2 അല്ലെങ്കിൽ 3 മാക്സിമം ആവാം, 2 ഡ്രോപ്പേ ആവശ്യമുള്ളൂ. 2 ഡ്രോപ്പ് അതും ഈ ബ്ലഡ് ഒഴിച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഒറ്റിക്കുന്നു. അത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കളറാണ് വരുന്നത്. ബ്ലഡ് കയറി വരുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ഈ വൈറ്റ് കളർ ഇങ്ങനെ കയറി വന്ന് ഇത് ട്രാൻസ്പെറൻ്റ് ആവും. ഈ പോർഷൻ ട്രാൻസ്പെറൻ്റ് ആവുകയും ഇവിടെ നമുക്ക് ഓരോ ലൈനുകൾ തെളിഞ്ഞ് വരുന്നതായിട്ട് കാണുകയും ചെയ്യാം. ബി ആൾറെഡി നമുക്കൊരു ചെറിയ രീതിയിൽ ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം സി എന്നുള്ള ഇവിടെ ഈ സിക്ക് നേരെ ഇവിടെ ഒരു റെഡ് ലൈൻ വരും. ഇത് വന്നു കഴിഞ്ഞാൽ ഈ ടൂള് കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നമ്മൾ ഒഴിച്ച അളവുകളൊക്കെ കറക്റ്റാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ബി എന്നുള്ളൊരു ബേസ് ലൈനാണ്. അതിനുശേഷം ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ടി എന്നുള്ള ലെറ്ററിന് നേരെ ഒരു ചുവപ്പ് ലൈൻ വരും. ആ ചുവപ്പ് ലൈൻ വന്നു കഴിഞ്ഞാൽ അത് ചെനയാണ് എന്നുള്ള നമുക്ക് തീരുമാനിക്കാം. 5 to 10 മിനിറ്റിനുള്ളിൽ ഒരുവിധം എല്ലാം വരാറുണ്ട്. അപൂർവം ചില കേസുകൾ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ചെറിയ ഒരു ലൈൻ വന്നിട്ട് പിന്നെ അതങ്ങനെ തെളിഞ്ഞ് വരും. പിന്നെ ഇതിവിടെ ലൈൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെന ഇല്ല എന്നുള്ള റിസൾട്ടാണ് വരിക. ഇവിടെ വളരെ മങ്ങിയ ഒരു ലൈനാണ്, നമുക്കത് റെഡ് ലൈനായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി റീചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. ഒന്നുകിൽ വരില്ല, അല്ലെങ്കിൽ കറക്റ്റ് ലൈനിൽ വന്നോളൂ.